ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ സ്കൂളിൽ ക്ലാസ്സൊക്കെ തുടങ്ങി, പുതിയ ചാപ്റ്റർ തുടങ്ങിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലേ വീഡിയോയിൽ. നമ്മളെടുത്ത പുതിയ ചാപ്റ്റർ ഹ്യൂമനിസത്തിൻ്റെ അല്ലേ. ബാക്കി എനിക്ക് കുറച്ച് ഡിലേ വന്നു. അപ്പോൾ നമ്മളെന്തായാലും പുതിയ കാര്യങ്ങളൊക്കെ പറയാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് റിനൈസൻസ് ആർട്ട്, നവോത്ഥാന കലയെ പറ്റിയിട്ടാണ്. അപ്പോൾ അവിടെ രണ്ട് പെയിൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്, മിഡീവൽ പെയിൻറ്റിങ്ങും റിനൈസൻസ് പെയിൻറ്റിങ്ങും. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരാളെ പറ്റിയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. Medieval age paintings tended to emphasize spiritual themes such as angels and heavenly realms, whereas Renaissance paintings focus on the beauty of the human forms, originality, and a naturalistic use of colors. This shift in artistic focus was a hallmark of the Renaissance period, during which fields like painting, sculpture, and architecture underwent profound transformation. Florence, one of the major commercial centers in Europe, was also the center of Renaissance in Italy. അപ്പോൾ ഈ പെയിൻറ്റിങ്സിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മധ്യകാല ഘട്ടത്തിൽ വരച്ച ചിത്രങ്ങളിൽ കൂടുതലും ആരെയൊക്കെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്? മാലാഖമാർ, സ്വർഗീയത തുടങ്ങിയ സ്പിരിച്വൽ തീംസിനാണ്, ആത്മീയ ഘടകങ്ങൾക്കാണ്, അല്ലെങ്കിൽ അതിനൊക്കെയായിരുന്നു പ്രാധാന്യം കൊടുത്തതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നവോത്ഥാനത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ശരീരത്തിൻ്റെ സൗന്ദര്യം, മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം, അതൊക്കെയാണ്. അതായത് ഹ്യൂമൻ ഫോംസ്, ഒറിജിനാലിറ്റി ആൻഡ് നാച്ചുറലിസ്റ്റിക് യൂസ് ഓഫ് കളേഴ്സ്. അപ്പോൾ അതിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ആ രണ്ട് പിക്ചറിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നവോത്ഥാന കാലഘട്ടത്തിൽ ചിത്രകലയിലും ശില്പകലയിലും വാസ്തുവിദ്യയിലും ഒരുപാട് മാറ്റങ്ങളുണ്ടായെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ഫ്ലോറൻസ് എടുത്ത് പറയുന്നുണ്ട്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ സെൻ്ററായിരുന്നു ഫ്ലോറൻസ് എന്ന് പറയുന്നത്. ആ ഫ്ലോറൻസ് എന്താണ്, ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാനപ്പെട്ട കേന്ദ്രവുമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഫ്ലോറൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ പെയിൻറ്റിങ്ങിലോട്ട് പോവുകയാണ്. അപ്പം അതിലെന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ റിനൈസൻസ് പീരീഡിലുള്ളതെന്ന് നമുക്ക് നോക്കാം. Humanistic ideals were reflected profoundly in Renaissance paintings. Painters of the time presented human forms with remarkable accuracy, clarity, and meticulous attention to detail in their works. The knowledge they had acquired about human anatomy facilitated this artistic achievement. Moreover, painters emphasized rationalism and human emotions, attributing significance to the value of this world. With the influence of humanism, artworks became increasingly precise and realistic. Painters often selected themes that emphasized theological significance for their works. However, Renaissance paintings had certain other distinctive features as well. അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ലാൻഡ്സ്കേപ്സ്, ദ യൂസ് ഓഫ് കളർ ടു ഇല്ലുസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത്, റിയലിസ്റ്റിക് ഡെപിക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി, ദ യൂസ് ഓഫ് ഓയിൽ പെയിൻറ്, പോർട്രേറ്റ്സ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ഇൻ ഐഡിയലൈസ്ഡ് ഹ്യൂമൻ ഫോംസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ഈ പെയിൻറ്റിങ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നവോത്ഥാന കാലഘട്ടത്തിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ മാനവികതയുടെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു പ്രതിഫലനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചിത്രകലയിലാണ്. അപ്പോൾ അവർ അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, മനുഷ്യരൂപങ്ങൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അതിൽ പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞാൽ, മനുഷ്യരൂപങ്ങളെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും സൂക്ഷ്മതയോടും കൂടിയിട്ട് അവർ വരച്ചിരുന്നു. കേട്ടല്ലോ, ആക്യുറസി ഉണ്ടായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അതെല്ലാം മെറ്റിക്കുലസും ആയിരുന്നു. മെറ്റിക്കുലസ് അറ്റൻഷനിലൂടെ ആണ് അവരത് ചെയ്തതെന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. അതോടൊപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അനാട്ടമിയെ പറ്റിയിട്ട്, ശരീരശാസ്ത്രത്തിൽ
അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള അറിവ് കൈവരിച്ചിരുന്നു. അതുപോലെ തന്നെ യുക്തിചിന്തയ്ക്കും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതയ്ക്കും ഒക്കെ ചിത്രകാരന്മാരുടെ സൃഷ്ടിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. എന്ന് പറഞ്ഞാൽ കൂടുതൽ റാഷണലിസത്തിനും ഹ്യൂമൻ ഇമോഷൻസ് വൈകാരികതയ്ക്കും ഒക്കെ അവർ കൂടുതൽ പ്രാധാന്യം അവരുടെ ചിത്രത്തിൽ വരയ്ക്കുന്നതിൽ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ വരികയാണെങ്കിൽ ഇഹലോക മൂല്യങ്ങൾക്കായിരുന്നു അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് കേട്ടല്ലോ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിനാണ്, ആ ലോകത്തെ കാര്യങ്ങൾക്കാണ്, അല്ലാതെ മരിച്ചു എന്നിട്ട് പോകുന്ന കാര്യങ്ങൾക്കൊന്നും അല്ല. ആ ലോകത്തെ പറ്റി പരലോകത്തിൻ്റെ കാര്യങ്ങൾക്കല്ല, നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം ആ ലോകത്തിനാണ് പ്രാധാന്യം അവർ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ കലാസൃഷ്ടികൾക്ക് എന്തായിരുന്നു, കൃത്യതയുണ്ടായിരുന്നു. അവർ കലാസൃഷ്ടിക്ക് നമ്മളെന്താ പറഞ്ഞാൽ കൃത്യതയുണ്ടായിരുന്നു. അതോടൊപ്പം എന്താണ്, യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതുമായിരുന്നു. അപ്പോൾ അതാണ് നവോത്ഥാന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടല്ലോ, ചിത്രകലയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ദൈവസിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ് അവർ സ്വീകരിച്ചിരുന്നത്. ദൈവസിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങൾ, കുറച്ച് സവിശേഷതകളൊക്കെ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പ് പോലുള്ള കുറേ സവിശേഷതകൾ, അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളുക. അതിൽ ലാൻഡ്സ്കേപ്പ്, ഭൂദൃശ്യങ്ങൾ, ഈ ഭൂമിയിൽ കാണുന്ന എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം. പിന്നെ വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ, വർണ്ണങ്ങളൊക്കെ നിറങ്ങളൊക്കെ കൊണ്ട് പ്രകാശത്തെ ചിത്രീകരിക്കൽ, അകലങ്ങളെ അകലം എത്രത്തോളം അകലം അതിലും ചിത്രീകരിക്കലും, പിന്നെ മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം. അപ്പോൾ അനാട്ടമി അവർക്കറിയായിരുന്നല്ലോ, അത് വരുന്നുണ്ട്. പിന്നെ എണ്ണ ഛായാചിത്രത്തിൻ്റെയൊക്കെ ഉപയോഗം, പിന്നെ അതുപോലെ തന്നെ ഛായാചിത്രങ്ങൾ, പോർട്രേറ്റ്സ് കേട്ടല്ലോ. അതുപോലെ തന്നെ ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണം. ദൈവത്തിനെ ഇപ്പം നമ്മൾ മറ്റേ നവോത്ഥാന മുന്നേ കണ്ടില്ലായിരുന്നു, ഒരു നവോത്ഥാന കലയെന്ന് പറഞ്ഞ് 2 പിക്ചർ നമ്മൾ അനലൈസ് ചെയ്തല്ലോ. അപ്പോൾ അവിടെ എന്താണ്, മനുഷ്യരൂപത്തിലുള്ള ദൈവത്തെയാണ് അവർ ആദർശവൽക്കരിച്ച മനുഷ്യരൂപത്തിലുള്ള ദൈവത്തെയൊക്കെയാണ് അവർ അതിൽ വരച്ച് വെച്ചിരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചോളുക. പിന്നെ എക്സ്ട്രാ റീഡിങ്ങിനായിട്ടൊരു കാര്യം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കിക്കോളൂ, ആ ചിത്രങ്ങൾ വെച്ചിട്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടല്ലോ. അതിനുശേഷം എന്തൊക്കെ ഇൻഫ്ലുവൻസ് ആണ് മറ്റുള്ള ചിത്രകാരന്മാർ ഈ മേഖലയിലേക്ക്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഗ്രീക്കോ റോമൻ ആർട്ട് വാസ് ഫസ്റ്റ് എവിഡൻറ്റ് ഇൻ ജിയോട്ടോസ് വർക്ക് കേട്ടോ. ജിയോട്ടോയുടെ വർക്കിലാണ് നമുക്ക് ഈ ഒരു ഗ്രീക്ക് റോമൻ സവിശേഷതകളൊക്കെ ആദ്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ, പ്രകടനമായിട്ട്. However, it was Masaccio, a painter who emerged later, created a profound impact on all artists who came later. His wall paintings, characterized by their round in shape and seemed to protrude from the surface, showcased human figures എൻഗേജിങ് ഇൻ എവറി ഡേ ലൈഫ് എക്സ്പീരിയൻസസ്. അപ്പം അടുത്തൊരു വ്യക്തി വരികയാണ്. അപ്പം നമ്മൾ ആദ്യം ജിയോട്ടോയെ പറ്റി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താണ്, ഈ ഗ്രീക്ക് റോമൻ എന്താണ് അതിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൊക്കെ അത് പ്രതിഫലിക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന മറ്റൊരു വ്യക്തിയാണ് മസാച്ചോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും ഇത്തരത്തിൽ ചിത്രകലാരംഗത്ത് ഒരുപാട് സ്വാധീനങ്ങൾ സൃഷ്ടിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂടുതലും ചുമർ ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ള, ചുമർ ചിത്രങ്ങൾ. അതിൽ വൃത്താകാരത്തിലുള്ള പ്രതലത്തിൽ നിന്നും വൃത്താകാരത്തിലുള്ള പ്രതലം, അതിൽ ആ എന്താണ് പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ തോന്നുന്ന ചിത്രങ്ങളാണ്. അത് നമുക്ക് തോന്നും ആ ചിത്രം ആ പ്രതലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി, നമ്മൾ 3D എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിലാണ് അദ്ദേഹം വരച്ചിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ദിനംതോറും നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവങ്ങളാണോ അല്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്, അത്തരത്തിലുള്ള മനുഷ്യരൂപങ്ങൾ വളരെ എന്താണ് റിയലിസ്റ്റിക്കായിട്ട് അദ്ദേഹം വരച്ചു വെച്ചിരുന്നു എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ അല്ലെങ്കിൽ അന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്നവരെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയുള്ള കാര്യങ്ങളാണ് അവിടെ മസാച്ചോയുടെ ചിത്രത്തിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ലാസ്റ്റ് സപ്പർ ആൻഡ് മൊണാലിസ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ആർ ദ വേൾഡ് ഫേമസ് പെയിൻറ്റിങ്സ് ഓഫ് ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള 2 പെയിൻറ്റിങ്സാണ്
അന്ത്യത്താഴവും മോണോലിസ എന്ന് പറയുന്നത്. ദീസ് പെയിൻറ്റിംഗ് സ്പീക്സ് ഓഫ് ദ യുണീക്ക് വേ ഇൻ വിച്ച് ഡാവിൻസി ഹാർമോണൈസ് കളർ, ഷാഡോ ആൻഡ് ലൈറ്റ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കാണുവാണെങ്കിൽ അദ്ദേഹം എന്താണ്, വർണ്ണം, നിഴൽ, അതുപോലെ തന്നെ പ്രകാശം, ഇതൊക്കെ നല്ല രീതിയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരച്ചിട്ടുള്ള വ്യക്തിയാണ്. അത് ആ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹി വാസ് എ വേഴ്സറ്റൈൽ ജീനിയസ് ഹു സയൻറ്റിഫിക്കലി സ്റ്റഡീഡ് ദ ഹ്യൂമൻ ബോഡി. അപ്പോൾ അതുപോലെ തന്നെ ഈ മനുഷ്യ ശരീരത്തെ പറ്റിയിട്ട് ആധികാരികമായിട്ട് ശാസ്ത്രീയമായിട്ട് വളരെയധികം പഠിച്ചൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പം അതിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഡാവിഞ്ചി എന്ന് പറയുന്നത്. In the Last Supper, emotions like surprise, fear, and guilt of Christ's disciples are vividly etched as Christ reveals that one of them betrayed him. It is widely acknowledged that the enigmatic expressions of Mona Lisa conceals many unanswered questions masterfully embodied by ലിയനാർഡോ ഡാവിഞ്ചി. അപ്പോൾ അതിൽ ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്താഴം എന്ന് പറയുന്ന ആ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, യേശു മധ്യത്തിലിരിക്കുന്നു, തൊട്ട് സമീപത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ശിഷ്യന്മാരോട് പറയുന്നുണ്ടല്ലോ, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്നൊക്കെ ശിഷ്യന്മാരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന ചിലരെന്താണ് ആദ്യമായിട്ട് കേൾക്കുന്നു, ചിലർ കുറ്റക്കാരാണ്. അപ്പോൾ ആ കുറ്റബോധം അവരുടെ മുഖത്ത്, ചിലരുടെ മുഖത്ത് കാണുന്നു, ചിലരുടെ മുഖത്ത് ഭയം. അപ്പോൾ അതെല്ലാം മാനുഷിക വികാരങ്ങളെ വളരെ കൃത്യമായിട്ട് ആ ലാസ്റ്റ് സപ്പറിൽ, അന്ത്യ അത്താഴത്തിൽ അദ്ദേഹം വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴേ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാവും. പിന്നെ അതിനുശേഷം മോണാലിസ എന്ന് പറയുന്ന അടുത്ത പിക്ചർ, അതിലെന്താണ്, നിഗൂഢമായിട്ടുള്ളൊരു ഭാവമാണ്. അവർ ചിരിക്കുകയാണോ അതോ ദേഷ്യപ്പെട്ട് നോക്കുകയാണോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലെന്താണെന്ന് നമുക്ക് ആ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ മോണാലിസയുടെ നിഗൂഢമായിട്ടുള്ള മുഖഭാവത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഡാവിഞ്ചി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട അതിപ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് മോണാലിസ. അപ്പം ഡാവിഞ്ചിയായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ടത്. ഇനി അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ദ പെയിൻറ്റിങ്സ് ഡൺ ഓൺ ദ സീലിംഗ് ഓഫ് ദ സിസ്റ്റൈൻ ചാപ്പൽ അറ്റ് വത്തിക്കാൻ അലോങ് വിത്ത് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഹാവ് സിമെൻറ്റഡ് മൈക്കലാഞ്ചലോസ് സ്റ്റാറ്റസ് as an immortal artist. His work predominantly featured powerful and graceful human forms. Other notable painters of the Renaissance period include Titian and Raphael. Raphael portrayed humans as wise, moderate, and dignified. In their paintings, beauty and ideas were given equal importance. ഇപ്പോൾ മറ്റ് മൂന്ന് പേരെ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിലൊന്നാമത്തത് മൈക്കലാഞ്ചലോയാണ്. അപ്പോൾ വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പൽ കേട്ടല്ലോ, സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകൾ തട്ടിൽ സീലിങ്ങിൽ എന്താണ്, ഒരു ചുമർ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ആ ചുമർ ചിത്രമാണ് എന്തെന്ന് പറയുന്ന അന്ത്യവിധി, അല്ലെങ്കിൽ ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. അത് വരച്ചത് മൈക്കലാഞ്ചലോയാണ്. അപ്പോൾ അദ്ദേഹവും വളരെ പ്രശസ്തനായത് ഈ ഒരു അന്ത്യവിധി എന്ന് പറയുന്ന തൻ്റെ ഒരു അദ്ദേഹം വരച്ചൊരു ചിത്രത്തിലൂടെയാണ്. അപ്പോൾ കൂടുതലായിട്ട് അദ്ദേഹത്തിന് താല്പര്യം എന്താണ്, ശക്തരും സുന്ദരരുമായിട്ടുള്ള മനുഷ്യരെയൊക്കെ വരയ്ക്കുന്നതിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം. പവർഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ ഹ്യൂമൻ ഫോംസ് എന്താണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ മറ്റ് രണ്ട് പേരാണ് ടിഷ്യനും റാഫേലും. അപ്പോൾ ആ രണ്ട് പേരും നവോത്ഥാന കാലഘട്ടത്തിൽ ശ്രദ്ധ നേടിയ ചിത്രകലയെ പ്രോത്സാഹിപ്പിച്ച രണ്ട് വ്യക്തികളാണ്. അപ്പോൾ അവരും അവരുടെ ചിത്രങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻസിനെ എങ്ങനെയാണ് അവർ വരച്ചു വെച്ചിരിക്കുന്നത്, ബുദ്ധിമാന്മാരായിട്ടും അതുപോലെ തന്നെ മിതവാദികളായിട്ടും അതുപോലെ അന്തസ്സുള്ളവരായിട്ടൊക്കെയാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ആശയത്തോടൊപ്പം തന്നെ അവർ എന്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, സൗന്ദര്യത്തിനുമൊക്കെ അവരുടെ ചിത്രങ്ങളിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചോളുക. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇത് കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത്
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതൊക്കെ ഒന്ന് ചോദിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരണം. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ മറന്നു പോകരുത്. അപ്പം ഇതൊക്കെ പഠിക്കുക, വേഗം തന്നെ പഠിച്ചോളൂ കേട്ടോ.